പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ സ്വർണം വാങ്ങിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. 1000 പ്രഭാഷണങ്ങളെക്കാൾ കരുത്തുറ്റതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന ഒരൊറ്റ പാട്ടുണ്ടാക്കിയ ഓളം. മലപ്പുറം സ്വദേശിയും ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയുമായ ഡാനിഷ് മുഹമ്മദ് ആലപിച്ച ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും UDFന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. ശബരിമല വിഷയവും സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും പരാമർശിക്കുന്ന ഗാനം രാഷ്ട്രീയ ഗതി നിർണയിച്ചുവെന്ന് PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പറയുന്നു. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം രചനയും ഹനീഫ മുടിക്കൂട് സംഗീതവും നിർവഹിച്ച ഗാനം താനൂർ ഓലപ്പീടികയിലെ വേദിയിലാണ് ആദ്യമായി അവതരിപ്പിച്ചത്. മില്യൺ കണക്കിന് ആളുകൾ ഏറ്റെടുത്ത ഗാനത്തിന്റെ വിജയത്തിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണ രംഗത്ത് സജീവമാക്കാനാണ് ഡാനിഷിന്റെ തീരുമാനം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ വർക്ക് പോലെ വന്നതാണ്. ഇത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയും. അദ്ദേഹം എഴുതി എന്റെ ഒരു ഗുരുവായിട്ടുള്ള ഹനീഫ മുടിക്കോടുണ്ട്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് വർക്ക് വരുന്നത്. അങ്ങനെ സ്റ്റുഡിയോയിൽ പാടി. പിന്നീട് ഇത് ഇറങ്ങാൻ മെയിൻ കാരണം സുബൈർക്കാണ്. സുബൈർക്ക ഈ വർക്ക് ഏറ്റെടുത്ത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഈ പാട്ട് വൈറലാവുന്നത്. റീൽസിലുള്ളത് സുബൈർക്കയുടെ എന്ന സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്, നസീർ എന്ന് പറയും. അദ്ദേഹമാണ് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി. അങ്ങനെയാണ് ഒരിക്കലും ഒരു പ്രോഗ്രാം ആയപ്പോ ഹൈക്ക ഒരു പാട്ട് കാണിച്ചു പോയി, നല്ല പാട്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനാ പാടിയത് പറഞ്ഞു. അങ്ങനെ ഒരു UDFന്റെ വേദിയിൽ എന്നെ കൊണ്ട് പെട്ടെന്ന് പാടിച്ചതാണ്. ആ വീഡിയോ ഒന്ന് അത്യാവശ്യം വൈറലായി. ഡാനിഷിന്റെ ശബ്ദം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നു ഈ പാട്ട് പാടാൻ പറ്റിയത്? ഡാനിഷിന്റെ ശബ്ദം ആപ്റ്റാണ്. അതായത് ഇപ്പൊ നിലവില് ഈ ഒരു ഒറിജിനൽ ഗാനം ഉണ്ടല്ലോ, അതിന്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് ഡാനിഷിന്റെ എന്ന് പറയുന്നത്. അപ്പോ അത് തെരഞ്ഞെടുത്തത് ഡാനിയെ തന്നെ തെരഞ്ഞെടുത്തത് നന്നായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വിഷ്വല് ഇപ്പൊ ഡാനി ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ നസീർക്കാണ് ചെയ്തത്. അതില് സുബൈർഖാന്റെ പ്രത്യേകത വെച്ചാൽ അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് വിഷ്വലിലും സുബൈർക്ക് ഉപയോഗിച്ചതെന്നുള്ളതാണ്. കാരണം സ്വാമി ഇതിന്റെ രണ്ടാം ഭാഗം വരികൾ എത്തിയിട്ടുണ്ട്. GP എഴുതി വിട്ടതാണ്. അത് ഡാനി തന്നെ പാടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തോര വഴുകാതെ അതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങും. എന്താ വിഷയം അതായത് ജയിലിൽ നിന്ന് വാസു എഴുതുന്ന ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക്. പത്മകുമാറില്ല, അതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് വരികളില്. എല്ലാരും വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അതാ വാസുവിന്റെ കത്താണ്, സങ്കടകരമായ ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക്. അത് തോനെ വഴുകാതെ പുറത്തു വരാൻ പോകും. കത്തുപാട്ട് മലബാറിലെ മലബാറിൽ നല്ല കേരളം ഏറ്റെടുത്ത ഒരു കാലഘട്ടത്തിലെ കത്തുപാട്ട് എത്രയും ബഹുമാനപ്പെട്ട എന്ന് തുടങ്ങുന്ന നമ്മൾ SA ജമീൽ സാറിന്റെ പിന്നെ ഒരു പാട്ടിന്റെ ട്യൂണിലാണ് അത് വരാൻ പോകുന്നത്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.